നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി വിജയിച്ച TVK അധ്യക്ഷൻ വിജയ് മെയ് 7-ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ANA റിപ്പോർട്ട് ചെയ്തു. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയെന്നാണ് സൂചന. തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയുടെ പാർട്ടി ഉയർന്നു വന്നെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകൾ അകലെയാണ്. ഏത് പാർട്ടിയുമായി ചേർന്നാണ് സഖ്യം രൂപീകരിക്കേണ്ടതെന്ന കാര്യത്തിൽ TVK ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം TVKയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ തീരുമാനം ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കി സർക്കാർ രൂപീകരിക്കുന്നതിനായി തമിഴക വെട്രിക്കഴകം, കോൺഗ്രസ്, PMK, ഇടതുപക്ഷ പാർട്ടികൾ, CPM, VCK തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ തേടാൻ സാധ്യതയുണ്ട്. ഇവരുടെ സഹായത്തോടെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാൻ സാധിച്ചേക്കും. TVKയുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ച് പാർട്ടിയുടെ നേതൃത്വം തീരുമാനമെടുക്കണമെന്ന് തമിഴ്നാട് AICC ഇൻചാർജ് ഗിരീഷ് ചോഡങ്കർ പറഞ്ഞു. തമിഴ്നാട്ടിലെ ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീകളും TVK പിന്തുണച്ചു. അതുകൊണ്ടാണ് TVKയ്ക്ക് ഇത്രയും വലിയ സംഖ്യ ലഭിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെജി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽജി, സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽജി എന്നിവർക്ക് ഞാൻ ഇതിനകം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അവരെല്ലാം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് ഗിരീഷ് ചോങ്കർ പറഞ്ഞതായി ANA റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ചത്തെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിജയിയെ അഭിനന്ദിച്ചിരുന്നു. ഞാൻ വിജയുമായി സംസാരിക്കുകയും TVKയുടെ ഉജ്ജ്വലമായ നേട്ടത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ ജനവിധി യുവാക്കളുടെ വർദ്ധിച്ചു വരുന്ന ശബ്ദത്തെ പ്രതിഫലിപ്പിക്കുന്നു. അത് അവഗണിക്കാനാകില്ല, അവഗണിക്കപ്പെടുകയുമില്ല. കഠിനാധ്വാനത്തിനും പിന്തുണയ്ക്കും തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദി എന്നാണ് അദ്ദേഹം കുറിച്ചത്. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ജനങ്ങളെ സംരക്ഷിക്കാനും സേവിക്കാനും കോൺഗ്രസ് പാർട്ടി തുടർന്നും നിലകൊള്ളുമെന്ന് ഞാൻ ആവർത്തിക്കുന്നുവെന്നും രാഹുൽ എക്സിലെ കുറിപ്പിൽ പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് വിജയ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി. പൊതുസേവനത്തിലെ മികവിനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക തനിമ സംരക്ഷിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കും. അതിന് കൂട്ടായ സഹകരണം ആവശ്യമാണ്. രാഷ്ട്രീയത്തിനപ്പുറം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കും ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും TVK അധ്യക്ഷനെ പാർട്ടിയുടെ ശ്രദ്ധേയമായ പ്രകടനത്തിന് അഭിനന്ദിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA പിന്തുണച്ച തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് നന്ദി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഞങ്ങൾ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. TVKയുടെ ശ്രദ്ധേയമായ പ്രകടനത്തിൽ അവർക്ക് അഭിനന്ദനങ്ങൾ. തമിഴ്നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം എക്സിലെ കുറിപ്പിൽ പറഞ്ഞു. വിജയ് അദ്ദേഹത്തിന് നന്ദി പറയുകയും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ പാർട്ടി പ്രതീക്ഷിക്കുന്നതായും വ്യക്തമാക്കി. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയത്തിനപ്പുറം തമിഴ്നാടിൻ്റെ പുരോഗതിയിലും ജനക്ഷേമത്തിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ പരിശ്രമത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് വിജയ് കുറിച്ചു. സഖ്യം രൂപീകരിക്കേണ്ടതില്ലെന്ന് വിജയ് തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിന് മുന്നിലുണ്ട്. വിജയ് ഒരു ഭൂരിപക്ഷ സർക്കാർ രൂപീകരിക്കേണ്ട ആവശ്യമില്ല. ഗവർണർക്ക് അദ്ദേഹത്തെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാവുന്നതാണ്. തുടർന്ന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തന്നെ പുറത്താക്കാൻ DMKയും AIADMKയും വെല്ലുവിളിക്കുകയും ചെയ്യാം. രാഷ്ട്രീയ നിരീക്ഷകൻ സുമന്ത് രാമൻ പറഞ്ഞതാണ് ഈ വാക്കുകൾ. എന്നിരുന്നാലും TVK ഒരു ന്യൂനപക്ഷ സർക്കാരാണ് രൂപീകരിക്കുന്നതെങ്കിൽ നിയമസഭയിൽ നിയമനിർമ്മാണങ്ങൾ സുഗമമായി പാസ്സാക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയെ ആശ്രയിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ DMK AIADMK സഖ്യങ്ങൾ ദുർബലമായ സാഹചര്യത്തിൽ എതിർപക്ഷത്തു നിന്നുള്ള MLAമാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള സാധ്യതയും TVK പരിശോധിച്ചേക്കാം. വിജയുടെ രാഷ്ട്രീയ വളർച്ച സൃഷ്ടിച്ച തരംഗം മുതലെടുത്ത് TVK നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ അധികാര കേന്ദ്രമായി കാണുന്ന വ്യക്തിഗത MLAമാരെയോ നിലവിലെ സഖ്യങ്ങളിൽ അതൃപ്തിയുള്ള വിഭാഗങ്ങളെ ആകർഷിക്കാൻ പാർട്ടിക്ക് സാധിച്ചേക്കാം.